കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ ശിവാലയ ഓട്ടം. അതിന്റെ പിന്നിലുള്ള കഥ നിങ്ങൾക്ക് അറിയാമോ? പണ്ട് ചൂണ്ടോദരൻ എന്ന അസുരൻ ശിവഭഗവാനെ നീണ്ടകാലം തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അസുരൻ ഒരു വരം ചോദിച്ചു. ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും അവർ ഭസ്മമായി പോകണം എന്നതാണ് വരം. ഭഗവാൻ ആ വരം നൽകി. വരം കിട്ടിയ ഉടനെ അസുരൻ അത് പരീക്ഷിച്ച് നോക്കണം എന്നൊരാഗ്രഹം. ആരുടെ തലയിൽ? അത് നൽകിയ ഭഗവാൻ ശിവന്റെ തലയിൽ തന്നെ. ശിവൻ അവിടെ നിന്നും ഓടി, അസുരൻ പിന്നാലെയും. ശിവൻ ഓടുന്ന വഴികളിലെല്ലാം തന്റെ കയ്യിലുണ്ടായിരുന്ന രുദ്രാക്ഷങ്ങൾ ഓരോന്നായി നിലത്തിട്ടു. ഈ രുദ്രാക്ഷങ്ങൾ വീണെടുത്താണ് പിന്നീട് പ്രശസ്തമായ ശിവക്ഷേത്രങ്ങൾ ഉണ്ടായത്. ഒടുവിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. വിഷ്ണു ഭഗവാൻ സുന്ദരമായ ഒരു മോഹിനി രൂപത്തിൽ വന്ന് അസുരനെ തടഞ്ഞു നിർത്തി. മോഹിനിയുടെ നൃത്തത്തിൽ മയങ്ങിയ അസുരൻ നൃത്തച്ചുവടുകൾ അനുകരിക്കുന്നതിനിടയിൽ സ്വന്തം തലയിൽ തന്നെ കൈവയ്ക്കുകയും ഭസ്മമാവുകയും ചെയ്തു. അന്ന് ഭഗവാൻ ഓടിയ ആ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഭക്തർ ഗോവിന്ദ ഗോപാല വിളികളുമായി കിലോമീറ്ററുകൾ ഓടി 12 ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്. ഇതിൽ തിരുനട്ടാലത്തുള്ള 12ാമത്തെ ശിവക്ഷേത്രത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ശിവനും വിഷ്ണുവും ഒരുമിച്ച് ശങ്കരനാരായണ രൂപത്തിലാണ്. 12 ശിവാലയങ്ങളും അതിൽ പരമശിവന്റെ നാമങ്ങളും. തിരുമലയിൽ ശൂലപാണി, തെക്കുറിച്ചിയിൽ മഹാദേവൻ, തൃപ്പരപ്പൽ വീരഭദ്രൻ, തിരുനന്ദിക്കരയിൽ നന്ദീശ്വരൻ, പൊന്മനയിൽ തീമ്പുലാദിവാസൻ, പന്നിപ്പാകത്ത് കിരാതമൂർത്തി, കൽക്കുളത്ത് നീലകണ്ഠൻ, മേലാങ്കോട്ടിൽ കാലകാൽ, തിരുവിതാംകോട്ടിൽ പരശുപാൺ, തിരുവിടൈക്കോട്ടിൽ ജടാധരൻ, തൃപ്പന്നിക്കോട്ടിൽ ഭക്തവത്സലേശൻ, തിരുനട്ടാലത്ത് ശങ്കരനാരായണൻ. ഈ 12 ക്ഷേത്രങ്ങളെയും കാൽനടയായി വാഹനത്തിലും പോയി ദർശനം ചെയ്യുന്നതാണ് ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്.